കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ നിന്നും ഗബ്രി പുറത്തായതോടെ അതിന് കാരണം ജാസ്മിൻ ആണെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. ഇരുവരും ഒരുമിച്ച് കളിക്കാതെ ഒറ്റയ്ക്ക് നിന്നിരുന്നുവെങ്കിൽ മുന്നോട്ട് പോകാമായിരുന്നുവെന്ന് പറയുന്നവരും ഏറെയാണ്. പുറത്ത് ഇത്തരം സംസാരങ്ങളാണെങ്കിലും ബിഗ് ബോസിനകത്തും അതേ സംസാരം വന്നിരിക്കുകയാണിപ്പോൾ. ജാസ്മിനും ജിൻഡോയും തമ്മിലുള്ള ഒരു വഴക്കിനിടയിൽ ജിൻഡോയാണ് ജാസ്മിനോട് അക്കാര്യം പറഞ്ഞിരിക്കുന്നത്. സംസാരത്തിനിടയിൽ ഗബ്രിയുടെ കാര്യം എടുത്തു പറഞ്ഞ് ജിൻഡോ ജാസ്മിനെ ചൊടിപ്പിക്കുകയായിരുന്നു. ജാസ്മിനും വിട്ടുകൊടുക്കാതെ തിരികെ പറഞ്ഞതോടെ വിഷയം വലിയ വഴക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഗബ്രി പുറത്താകാൻ കാരണം നീയാണെന്നടക്കം ജിൻഡോ പറയുന്നത്. അവൻ പോയതോടെ ഹാപ്പിയായി നിന്നെ കാണുന്നുണ്ട് എന്നും ജിൻഡോ പറയുന്നുണ്ട്. നീ അവനെ പിടിച്ചു പറയാതെ തന്നെ പറയുന്നതാണ് ജാസ്മിൻ അതിന് മറുപടിയായി ജിൻഡോയോട് പറയുന്നത്. അവൻ പോയാലും നിന്നാലും അത് എൻ്റെ മിടുക്ക് എന്നാണ് അടുത്ത വാക്യമായി ജാസ്മിൻ പറഞ്ഞത്. അവൻ ഒറ്റയ്ക്ക് നിന്നിരുന്നെങ്കിൽ മാന്യമായി കളിച്ചേനെയെന്നും നിന്റെ കൂടെ കൂട്ടുകൂടാൻ പോയതാണ് അവൻ്റെ വിധിയെന്നും ജിൻഡോ പറയുന്നുണ്ട്. ശരിക്കും പ്രേക്ഷകർ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് ജിൻഡോ ജാസ്മിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതെന്നാണ് പ്രേക്ഷകരും പറയുന്നത്. ജിൻഡോ പറഞ്ഞത് ശരിയാണ്. ജാസ്മിനും രസ്മിനും ഇല്ലായിരുന്നുവെങ്കിൽ ടോപ്പ് 5-ൽ വരേണ്ട നല്ലൊരു ഗെയിമർ ആയിരുന്നു ഗബ്രി. ഈ ഒറ്റ കാര്യം മതി പ്രേക്ഷകരുമായി ഏറ്റവും കണക്ട് ചെയ്ത് കളിക്കുന്ന പ്ലെയർ അത് ജിൻഡോ ആണെന്ന് മനസ്സിലാക്കാൻ. പ്രേക്ഷകരുടെ മനസ്സിലുള്ളത് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുകയാണ് ജിൻഡോ എന്നിങ്ങനെയൊക്കെയാണ് പ്രേക്ഷകർ കമന്റുകളായി പറയുന്നത്. മാത്രമല്ല ബിഗ് ബോസ് ആരാധകരുടെ സോഷ്യൽ മീഡിയ പേജിലും ഇതേക്കുറിച്ചുള്ള കുറിപ്പുകളും വരുന്നുണ്ട്. നീ ഒറ്റയൊരുത്തി കാരണമാണ് ആ ഗബ്രി പോയത്. അവൻ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിരുന്നെങ്കിൽ അവൻ ഇവിടെ നിന്നേനെ. പ്രേക്ഷകർ പറയാൻ ആഗ്രഹിക്കുന്നതും പറഞ്ഞതുമായ കാര്യം ജിൻഡപ്പൻ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. ഒരെണ്ണം മുഖത്ത് കിട്ടിയതുപോലെ ആയില്ലേ ജാസ്മിനെ. നീ നിന്റെ ഇരട്ടത്താപ്പ് വേലയും നാടകവും കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ മതി. ജിൻഡോയുടെ എടുക്കണ്ട. അത് ജനസ് വേറെയാണ് മോളെ. ഇത് തന്നെയാ ഒരു പിണ്ണാക്കം ചെയ്യാത്ത കൂലിവക്കീൽ രസ്മിനോടും പറയാനുള്ളത്. ഗബ്രി പോയ ദേഷ്യം ജാസ്മിനെ നീ ജിൻഡോയോട് കാണിക്കാൻ നിൽക്കണ്ട. പുറത്തുള്ള പ്രേക്ഷകരെല്ലാം കാണുന്നുണ്ട്. ആരുടെയും PR അല്ല, പക്ഷേ ഈ ഷോയോടുള്ള ഇഷ്ടം. ഒപ്പം ഗെയിം അറിയാവുന്നവരെ സപ്പോർട്ട് ചെയ്യുക. അതാണ് ഞങ്ങൾ പ്രേക്ഷകർ ചെയ്യുന്നത്. അതുകൊണ്ട് നാക്കിട്ട് അലക്കലും ചീത്തവിളിയും അഹങ്കാരവും കുത്തിത്തിരിപ്പും പാരവെക്കലും ഒക്കെ ജാസ്മിനും രസ്മിനും ഒക്കെ കയ്യിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ജിൻഡോയെ പുകഴ്ത്തിക്കൊണ്ട് ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ കുറിച്ചിരിക്കുന്നത്. അതേസമയം ജാസ്മിനും ഗബ്രിയും എന്നീ പേരുകളിലൂടെയാണ് ഇത്തവണ ബിഗ് ബോസ് മലയാളം ശ്രദ്ധേയമായത്. രണ്ടാളും ശക്തരായതുകൊണ്ട് തന്നെ ഫൈനൽ 5-ലേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലായിരുന്നു. എന്നാൽ ഇരുവരും കോംബോ പിടിച്ചതാണ് വലിയ അബദ്ധമായത്. തുടക്കത്തിൽ തന്നെ ലവ് ട്രാക്കിലേക്ക് പോയ താരങ്ങൾ വീടിനകത്തും പുറത്തുമൊക്കെ വൻ വിമർശനമാണ് ലഭിച്ചത്. ഏറ്റവും ഒടുവിൽ ഗബ്രി പുറത്തായതിന്റെ കാരണവും ജാസ്മിൻ ആണെന്ന് പറയുകയാണ് പ്രേക്ഷകരും ഹൗസിലെ മറ്റ് മത്സരാർത്ഥികളും. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.